ലോക്സഭാ തിരഞ്ഞെടുപ്പ് പടിവാതിലിൽ എത്തി നിൽക്കെ വടക്കുകിഴക്കൻ മേഖലയിൽ 25 നേതാക്കളായിരുന്നു ഒറ്റയടിക്ക് ബി.ജെ.പി വിട്ടത്. ത്രിപുരയിലും ബി.ജെ.പി നേതാക്കൾ രാജിവെച്ചിരുന്നു. പാർട്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരാണ് രാജിവെച്ചത്. ഇവർ കോൺഗ്രസിൽ ചേരുകയും ചെയ്തു. ഇപ്പോൾ ബി.ജെ.പിയെ ഞെട്ടിച്ച് മുതിർന്ന നേതാവാണ് ഗോവയിൽ പാർട്ടി വിട്ടത്. പിന്നാലെ അദ്ദേഹം കോൺഗ്രസിൽ ചേരുകയും ചെയ്തു. ഒറ്റയ്ക്കല്ല അദ്ദേഹം കോൺഗ്രസിലെത്തിയത്. 350 ബി.ജെ.പി പ്രവർത്തകർ കൂടി അദ്ദേഹത്തിനൊപ്പം കോൺഗ്രസിൽ എത്തി. ഗോവ ബി.ജെ.പിയിലെ പ്രമുഖ നേതാവും മബൌസ മണ്ഡലത്തിലെ മുനിസിപ്പൽ കൗൺസിലിൽ 5 തവണ കൗൺസിലറുമായ സുധീർ ഖണ്ഡോൽക്കറാണ് പാർട്ടി വിട്ടത്. ബി.ജെ.പിയിൽ നിന്ന് രാജിവെച്ച അദ്ദേഹം കോൺഗ്രസിൽ ചേരുകയും ചെയ്തു. ഗോവയിൽ മബൌസ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് കോൺഗ്രസിന് ബോണസായി നേതാവിന്റെ ചുവടുമാറ്റം. ഗോവ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ ഗിരീഷ് ചന്ദോദ്കറിന്റെയും പ്രതിപക്ഷ നേതാവ് ബാബു കവ്ലേക്കറിന്റെയും സാന്നിധ്യത്തിൽ മബൌസയിലെ കോൺഗ്രസ് ഓഫീസിലെത്തിയാണ് സുധീർ കോൺഗ്രസിൽ ചേർന്നത്. മബൌസയിൽ ഉപതെരഞ്ഞെടുപ്പിൽ ശക്തനായ സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് തേടുന്നതിനിടയിലാണ് സുധീർ കോൺഗ്രസിലെത്തിയത്. കോൺഗ്രസിന് സ്വാധീനം കുറഞ്ഞ മണ്ഡലമാണ് മബൌസ. ഉപമുഖ്യമന്ത്രിയും മബൌസ മണ്ഡലത്തിൽ നിന്ന് 1999 മുതൽ ജയം കൊയ്യുന്ന ഫ്രാൻസിസ് ഡിസൂസ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഇവിടെ 1,00,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. അതേസമയം കോൺഗ്രസിനാകട്ടെ വെറും 3000 വോട്ടുകൾ മാത്രമേ മണ്ഡലത്തിൽ നിന്നും ലഭിച്ചുള്ളൂ. 4000 വോട്ടുകൾ നേടി രണ്ടാം സ്ഥാനത്തെത്തിയത് എം.ജെ.പിയുടെ വിനോദ് ഫഗ്ദെ ആയിരുന്നു. എന്നാൽ ഇത്തവണ ഫഗ്ദെയും കോൺഗ്രസിൽ ചേർന്നിരുന്നു. ഇതോടൊപ്പം ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന മബൌസ മണ്ഡലത്തിൽ ഇത്തവണ ശക്തമായ മത്സരമാകും നടക്കുക എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഖണ്ഡോൽക്കറിനൊപ്പം 350 പ്രവർത്തകരും ബി.ജെ.പി വിട്ട് കോൺഗ്രസിലെത്തി. ഖണ്ഡോൽക്കറിനെ കോൺഗ്രസിലെത്തിക്കാനായത് പാർട്ടിക്ക് ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. മുൻപ് മണ്ഡലത്തിൽ മത്സരിച്ചിരുന്ന മുൻ കേന്ദ്രമന്ത്രി രാമാകാന്ത് കലപ്പിന്റെ മരുമകളും എ.പി നേതാവായ ശ്രദ്ധ കപൂറും ഇപ്പോൾ കോൺഗ്രസിൽ എത്തിയിട്ടുണ്ട്. താഴെത്തട്ടു മുതൽ പ്രവർത്തിച്ചു തുടങ്ങിയ മുതിർന്ന നേതാവാണ് ഖണ്ഡോൽക്കർ. ജനങ്ങളുമായി അടുത്ത ആത്മബന്ധം പുലർത്തുന്ന നേതാവ്. മണ്ഡലത്തിൽ നിന്ന് ഫ്രാൻസിസ് ഡിസൂസയെ ജയിപ്പിക്കാൻ ശക്തമായി പ്രവർത്തിച്ച നേതാവാണ്. അതുകൊണ്ട് തന്നെ ഖണ്ഡോൽക്കറിന്റെ വരവ് കോൺഗ്രസിന് ആത്മവിശ്വാസമേകുന്നതാണെന്ന് സംസ്ഥാന അധ്യക്ഷൻ കവ്ലേക്കർ പറഞ്ഞു. മബൌസയിൽ സുധീർ ഖണ്ഡോൽക്കർ തന്നെയാകും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി. സുധീർ മണ്ഡലത്തിൽ വിജയിച്ചതായി താൻ ഇപ്പോൾ തന്നെ പ്രഖ്യാപിക്കുകയാണെന്നും കവ്ലേക്കർ പറഞ്ഞു. അതേസമയം എന്തുകൊണ്ട് ബി.ജെ.പി വിട്ടെന്ന കാര്യം സുധീർ വ്യക്തമാക്കിയിട്ടില്ലെന്ന് ബി.ജെ.പി ഗോവ അധ്യക്ഷൻ വിനയ് തെണ്ടുൽക്കർ പറഞ്ഞു. ഏപ്രിൽ 23-നാണ് ഗോവയിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുക. ഇതിനൊപ്പം തന്നെ 3 മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പും നടക്കും. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.